ഒരു സൂപ്പർ വുമണാണ് നമുക്കൊപ്പം ചേരുന്നത്. അനീഷ നിഷാന്ത്. എങ്ങനെ സൂപ്പർ ആകുന്നു എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ ഒന്നോ രണ്ടോ മക്കളൊക്കെ ആകുമ്പോൾ കുടുംബത്തിലേക്ക്, ഭർത്താവിലേക്കും ഒക്കെ കൂടുതലായിട്ട് ഉൾവലിഞ്ഞു പോകും ജീവിതം. അങ്ങനെയല്ല അനീഷയുടെ ജീവിതം. അനീഷ പർവ്വതങ്ങളുടെ സ്വപ്നം കാണുകയും പർവ്വതങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകുകയും ചെയ്തു. എവറസ്റ്റിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് വരെ എത്തി. 4 മക്കളുണ്ടായിട്ടും. അനീഷ, അത് ചെറിയ കാര്യമല്ല. എങ്ങനെയായിരുന്നു അത്? ഞാൻ നവംബറിൽ A4 അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും അഡ്വഞ്ചർ കാര്യങ്ങളായിരിക്കും. ഹൈക്കിങ്, സൈക്ലിങ്, റണ്ണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അന്ന് അവിടെ ജോയിൻ ചെയ്ത ടൈമിൽ അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിനും പോകുമായിരുന്നു. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടൈമിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടി വന്നു കഴിഞ്ഞപ്പം A4 അഡ്വഞ്ചേഴ്സിൻ്റെ ഒരു നാഥനുണ്ട്, ഹരിയേട്ടൻ എന്നോടിങ്ങനെ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തു, ഇത് ഒരു 10-15 ദിവസത്തെ ട്രക്കിംഗ് ആണല്ലോ, അപ്പോൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത വന്നിരുന്നു. ഞാൻ അപ്പോൾ ആദ്യം ഒന്നും ജോയിൻ ചെയ്തില്ല. ഒരു 2-3 ദിവസമായപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് ട്രെയിനിങ് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു 10 പേരാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് പേരെ ആദ്യം സെലക്ട് ചെയ്തിരുന്നു. പിന്നെ അതിൽ നിന്നൊരു ഫിൽട്ടർ ചെയ്ത് 10 പേരാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇത് നവംബറിൽ ജോയിൻ ചെയ്തു. പിന്നീട് എന്നായിരുന്നു അങ്ങോട്ട് പോയത്, എവറസ്റ്റിലേക്ക് പോയതൊക്കെ? ഞങ്ങൾ പോയത് ഏപ്രിൽ 6-ാം തീയതി. അപ്പോൾ അത്രയും ഇപ്പോൾ നവംബറിൽ ജോയിൻ ചെയ്തെങ്കിലും ഞങ്ങളൊരു ഡിസംബർ ലാസ്റ്റ് തൊട്ട് ഈ പോകുന്ന സമയം വരെ ഞങ്ങൾ ഒരുപാട് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ മൗണ്ടിൽ കൊണ്ടുപോകായിരുന്നു, പിന്നെ സ്റ്റെപ്പ് കയറാൻ കൊണ്ടുപോകായിരുന്നു. എല്ലാ ദിവസവും വാക്കിങ് കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത്ര വാക്ക് ചെയ്തു എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അപ്ഡേഷനൊക്കെ വേണമായിരുന്നു. അതുകൂടാണ്ട് നമുക്ക് വാദി ഷൗക്ക എന്ന് പറഞ്ഞ സ്റ്റെപ്സ് ഉള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മൾ സ്റ്റെപ്പ് കയറിക്കുമായിരുന്നു. അതുമാത്രമല്ല, ഇവിടുത്തെ വാക്കിങ് കുറേ സ്ഥലത്ത് എവറി ഡേ നമ്മൾ വാക്ക് ചെയ്തിട്ട് നമുക്കൊരു ആപ്പ് ഉണ്ടാവും. അത് വെച്ച് വാക്ക് ചെയ്ത് നമ്മൾ ഇത്ര വാക്ക് ചെയ്തു എന്ന് അവിടെ പറഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പോയത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും. 4 മക്കൾ, ഭർത്താവ്, മക്കളെല്ലാവരും പഠിക്കുന്നവർ, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത് എന്ന്? ഞാൻ 2023 തൊട്ട് ഒരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെ ആദ്യം പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലോണ്ട്രി കംപ്ലീറ്റ് കഴുകി വയ്ക്കും ആദ്യം തന്നെ. പിന്നെ അത്യാവശ്യം അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ സ്ഥലമൊന്നും മാറ്റി വയ്ക്കില്ല, ആ സ്ഥലത്ത് തന്നെ എല്ലാം അടുക്കി വയ്ക്കും. പിന്നെ ഫുഡൊക്കെ അത്യാവശ്യം വയ്ക്കും. പിന്നെ 3-4 ദിവസമൊക്കെ അല്ല ആ ടൈമിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിൽ 3-4 ദിവസം പ്രശ്നം ഉണ്ടായിരുന്നില്ല. 4 പേരും കൂടെ ഒന്നിച്ച് പോയിട്ട് തിരിച്ച് വന്ന് ഇച്ചിരി നേരം കിടന്നുറങ്ങുമ്പോൾ നിശാന്ത് ഓഫീസിൽ നിന്ന് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊരു 17 ഡേയ്സുള്ള നമ്മൾ മാറിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഭാഗ്യത്തിന് ഉമ്മച്ചി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ബ്രദറിൻ്റെ അടുത്തുണ്ട്, ആളും ഇവിടെ നിന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അനുഗ്രഹവും കൊണ്ടാണ് പോയി വരാൻ പറ്റിയത്. നമ്മൾ ദൂരെ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ എവറസ്റ്റിനെ കുറിച്ച്. ആ എവറസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഭാവനയിൽ നമ്മൾ കണ്ടിരുന്ന എവറസ്റ്റ് തന്നെയാണോ? എങ്ങനെയായിരുന്നു അവിടെ എത്തിയപ്പോഴുള്ള ഒരു അനുഭവം? നമ്മൾ 10 ഡേയ്സ് ട്രെക്കിങ് കഴിഞ്ഞിട്ടാണല്ലോ കയറുന്നത്. അപ്പോൾ 1, 2, 5 ആയപ്പോൾ നമ്മൾ ബോഡി ടയേർഡ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു മെൻ്റൽ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും കയ്യിൽ നിന്നും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേളിലേക്ക് പോകും തോറും നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മുടെ വാഷ്റൂമുകൾ എല്ലാം വ്യത്യാസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഓക്സിജനൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെസ്സായിട്ട് തന്നെയാണ് നമ്മളവിടെ എത്തുന്നത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ബേസ് ക്യാമ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തിയല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അനീഷ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, വീട്ടമ്മമാർക്കൊക്കെ സംശയം ഉണ്ടാകും. എനിക്കിത് പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. ആഗ്രഹം ഉണ്ടാകും പലർക്കും, പക്ഷേ ഇത് പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകും. എന്താണ് അവരോട് പറയാനുള്ളത്? ഇല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ എവറസ്റ്റിൽ ബേസ് ക്യാമ്പിൽ പോയി. ഇപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയത് എൻ്റെ വീടിൻ്റെ സാഹചര്യം ആ രീതിയിലാക്കിയിട്ടാണ്. പക്ഷേ ഓരോ വീട്ടിലെയും ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഏത് കാര്യമാണെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ചെയ്യാമെന്നാണ്. അനീഷയുടെ ഒരു തയ്യാറെടുപ്പും അനീഷയുടെ ഒരു അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിഷാന്തിനുണ്ടാകുക, ആശങ്കയായിരിക്കും. നിഷാന്ത് അത് എങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ടാകും? നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ ആൾക്കറിയാം ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ മോശമാക്കിയിട്ടായിരിക്കില്ല ഞാൻ പോകുന്നതെന്നറിയാം. അതുകൊണ്ട് ആളങ്ങനെ എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ്. മക്കൾക്ക് 4 പേരും കൂടെ ഒന്നിച്ച് ഇരുന്നോളും. അങ്ങനെ ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ എന്തിനാ ഉമ്മി റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ചോദിക്കുന്ന പിള്ളേരാണ് ഇവിടെ ഉള്ളത്. അവരിപ്പോൾ അഡ്ജസ്റ്റായി. സ്വാഭാവികമായിട്ടും എവറസ്റ്റൊക്കെ കയറി വരുന്ന ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പിന്നീടുണ്ടാകുന്നത് അതിനേക്കാൾ ഉയരമേറിയിട്ടുള്ള, അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാൾ
ഉയരമുള്ള സ്ഥലങ്ങളായിരിക്കും മനസ്സിൽ, കിളിമഞ്ചാരോ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. എന്താണ് തൊടുപുഴക്കാരിയുടെ മനസ്സിലുള്ളത്? തീർച്ചയായിട്ടും അതെല്ലാം മനസ്സിലുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് സെപ്റ്റംബറിൽ നമുക്ക് കിളിമഞ്ചാരോ പോകണം. അപ്പോൾ അതിനൊരു 3 months മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ പോലെ വോക്കിനും ഇതിനൊക്കെ പോകും. അതാണ് എനിക്ക്, ആക്റ്റീവായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ അവസാനം പറഞ്ഞത് പല വീട്ടിലെയും സ്ത്രീകൾ ഒക്കെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി പുരുഷന്മാരാണെങ്കിലും ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാമെന്നാണ്. അങ്ങനെ അപ്പോൾ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് മല കയറാൻ പറ്റുമോ? വീട്ടിലെ പണി എന്തായാലും തീരില്ല. എൻ്റെ വീട്ടിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒതുക്കിയിട്ട് റൂമിലേക്ക് എത്തുമ്പോൾ ഇവിടെ കുഴഞ്ഞിട്ടുണ്ടാവും. അതാണ് ഈ വീട്ടിലെ അവസ്ഥ. വൺ ടൈം ഞാൻ ഫുഡെല്ലാം റെഡിയാക്കും, ഒന്ന് ക്ലീനാക്കും. പിന്നെ ഇതിൻ്റെ പുറകെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യം നടക്കാത്തതുകൊണ്ട് എനിക്കൊരു ടൈം എന്തായാലും കൊടുക്കാറുണ്ട്. തൊടുപുഴ കുമ്മൻകല്ല് സ്വദേശിയാണ്. അവിടുന്ന് വിവാഹം കഴിച്ച് ആലുവയിലേക്ക് വന്നു. ന്യൂമാൻ കോളേജിലൊക്കെയാണ് പഠിച്ചത്. അതിനുശേഷം ഇവിടെ അധ്യാപികയായിരുന്നു അനീഷ. ഇപ്പോൾ അധ്യാപനമൊക്കെ വിട്ട് വേറെ രീതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെയാണ്. എന്താണ് ആ ട്രാക്കിനെ കുറിച്ച് കൂടെ? ഞാൻ ടീച്ചിങ്, എൻ്റെ ചെറിയ മോളുണ്ടാവുന്നവരെ ഞാൻ ടീച്ചറായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി കേട്ടോ, വീട്ടിൽ വന്നിട്ടും കുറേ കൂടെ വർക്കുള്ളത് കൊണ്ട് എനിക്ക് പിള്ളേരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല. അന്ന് ചെറിയ മോള് ചെറുതല്ലേ, അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ മോൾക്കൊരു 5 years കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫുള്ളായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയത്. നിഷാന്ത്, അനീഷ എവറസ്റ്റ് കയറാൻ പോകുന്നു. ഇവിടെ 4 മക്കളുണ്ട്, അവരെ സ്കൂളിൽ വിടണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, നിഷാന്തിന് ഓഫീസിലേക്ക് പോകണം. എങ്ങനെയായിരുന്നു ആ സമയത്ത് അതെല്ലാം മാനേജ് ചെയ്തത്? ആ സമയത്ത് കുറച്ച് അവധികളുണ്ടായിരുന്നു. അപ്പോൾ ആ അവധി സമയത്ത് എനിക്ക് എന്തായാലും പിള്ളേരുടെ കൂടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ ഓഫീസിൽ പോയ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ മദർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളെല്ലാം അങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്ന മക്കളായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിൽ വെറുതെ കാറിലൊന്ന് പോവും, ജസ്റ്റ് ഒന്ന് കറങ്ങും, ചിലപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. പിന്നെ അവിടെ നിന്ന് വീഡിയോ കോൾ എപ്പോഴും ചെയ്യുമായിരുന്നു. അവിടെ ചില സ്ഥലങ്ങളിൽ മാത്രം റേഞ്ച് കിട്ടും, എല്ലാ ദിവസവും ഉണ്ടാവില്ല. അപ്പോൾ ആ റേഞ്ച് കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോൾ വരുമ്പോൾ അങ്ങനെ സംസാരിച്ച് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. വായിച്ചും കണ്ടും കേട്ടുമൊക്കെ അത്ഭുതപ്പെട്ടിട്ടുള്ളതാണ് എവറസ്റ്റ്. അവിടെ കയറാനുള്ള അദമ്യമായിട്ടുള്ള വല്ലാത്തൊരു ആഗ്രഹവും കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് അങ്ങ് എത്തുകയാണ്. ഈ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ആവേശം കൊണ്ടിരുന്ന അത്ര എളുപ്പമായിരുന്നു അത്? ഒരിക്കലും അല്ല. അത്ര എളുപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ദിവസം ഹൈക്കിങ്ങിന് പോയാൽ പിറ്റേ ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇതങ്ങനെയല്ലല്ലോ, നമ്മൾ ഡെയിലി ഹൈക്കിങ്ങിന് പോവുകയാണ്. അതുമാത്രമല്ല ക്ലൈമറ്റും ഒരുപാട് ചേഞ്ചാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ തുക്ല പാസ് കയറുന്നുണ്ട്. അതാണ് കുറച്ച് ടഫായിട്ടുള്ള സംഭവം പറയണത്. ടഫെന്ന് പറയാൻ കാരണം അവിടെ ഓക്സിജനും കുറവാണ്. നമ്മൾ ഒരു പരിധിക്കുള്ള സ്പീഡിൽ പോകാൻ പാടില്ല. ആ ബേസ് ക്യാമ്പിലെത്തി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ കുറേ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ എത്താണ്. നമുക്ക് ദൂരേന്ന് ഇങ്ങനെ കാണാവേ ബേസ് ക്യാമ്പ്. നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഇങ്ങനെ വെമ്പലാണ്, അവിടെ എത്തണമില്ല, എന്നാൽ നമുക്ക് കാണുന്നുണ്ട്, അത് കണ്ടുകൊണ്ട് വേഗം എത്തട്ടെ എന്നുള്ളൊരു മനസ്സില്ലേ, അങ്ങനത്തെ ഒരു ഇത്. നമുക്ക് സ്പീഡിൽ പോകാനും പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് എടുത്താൽ എനിക്ക് അവിടെ ഒരു കല്ലുണ്ട് ബാക്കിൽ, ആ കല്ലിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ തെന്നി വീഴാം. എന്നാലും വേണ്ടില്ല, നമ്മൾ മുകളിൽ കയറി അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു, എല്ലാ സ്ഥലത്തു നിന്ന് എടുത്തു. പക്ഷെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഗൈഡൊന്നും സമ്മതിച്ചില്ല. ഈ പറഞ്ഞ പോലെ ആ ക്ലൈമറ്റും കൊണ്ട് നമ്മൾ സിക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങണം എന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ആക്കിയിട്ട് ഇറങ്ങി. പിന്നെ എവറസ്റ്റിലേക്ക് കയറാൻ പോകുന്നവരുടെ ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ ടെൻ്റൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട്. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം, ഇവരെങ്ങനെയാണ്, ഇവരുടെ അതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, നമുക്ക് കാണാനേ പറ്റുന്നുള്ളൂ.